മുത്തശ്ശി, എന്റെ അച്ഛൻ പറയുമായിരുന്നു എന്ത്? ആനയും അമ്പാനിയുമുള്ള തറവാടാണെന്ന്. അമ്പൂരി. അമ്പൂരിയാ? കാട്ടാക്കടമുള്ള അൽബൂരി. അൽബൂരിയാണ്. ആനി അമ്പാരി. ആനി അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉള്ള തറവാടാണ്. സാധനങ്ങൾ കൊണ്ടുവളയുന്നു. ഈശ്വര, ഞാനിപ്പോ എന്താ പറയാ? എന്റെ ഉണ്ണിക്ക് ഞാനിപ്പോ എന്താ തരിക? ഇവിടെ നിൽക്കാതെ പറയടാ. 100 രൂപ കൂട്ടി തരുമോ? 100 രൂപ കൂട്ടി തരാനോ? പറഞ്ഞില്ലേ തരാൻ. അതെല്ലാം ആഭരണങ്ങൾ കാണണമെന്ന് പറ. ആഭരണങ്ങൾ എന്റെ ഉണ്ണി അങ്ങ് പറയാ, വായ്പളം നിൽക്കാതെ. അമ്മ പറഞ്ഞിരുന്നു ഈ കുടുംബത്തിൽ ഒരുപാട് ആഭരണങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അതെ, എന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ എന്റെ മുത്തശ്ശി കാത്തു വെച്ച ആഭരണങ്ങൾ. ഉണ്ണിക്കറിയോ? പുള്ളിക്കറിയല്ല, പൊറോട്ടയും ഗ്രീൻ പീസും ആയിരുന്നു ഇവിടെ. ഉണ്ണിക്കറിയോന്ന്? എനിക്ക് അറിഞ്ഞൂടുന്നു, ഇവിടെ ഉള്ള എല്ലാവർക്കും അറിഞ്ഞൂടും. അതല്ലടാ പറഞ്ഞ ഇവിടുത്തെ ആഭരണങ്ങൾ. ഉണ്ണിക്കറിയോ? മുതുമുത്തശ്ശന്മാരായിട്ട് പകർന്നു നൽകിയ ആഭരണങ്ങൾ എവിടെ ഇരിക്കുന്നത്? അറിയാം, ഒരുപാട് പഴക്കമുണ്ട്. ഉണ്ണി വേറൊരു കാര്യം അറിയോ? എന്താ? നിന്റെ മുത്തശ്ശൻ എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് മുത്തശ്ശന് ഒന്നുമില്ലായിരുന്നു. കല്യാണത്തിന്റെ അന്ന് ഒരു തുട്ടിത്തോർത്തതിൽ കൊടുക്കായിരുന്നു. ഈ കാണുന്നത് ഒന്നും ഇല്ലായിരുന്നു. മനസ്സിലായി. അതിനുശേഷം അദ്ദേഹം ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഈ കാണുന്നതെല്ലാം. മരിച്ചപ്പോ എല്ലാം എനിക്ക് തന്നിട്ട് പോയി. ചൊറിയും അല്ല, അതല്ല, ഉണ്ണിക്ക് ആഭരണങ്ങൾ കാണണ്ടേ? ആഭരണങ്ങൾ കാണണം. എന്റെ അമ്മയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നതാ. പക്ഷെ ഇനി എന്റെ ഉണ്ണി കിട്ടുന്ന പെണ്ണിന് മാത്രം ഞാൻ കൊടുക്കും. അമ്മ പറഞ്ഞിരുന്നു ഒരുപാട് വൈരങ്ങൾ പതിച്ച കമ്മലുകൾ, അതെ, നെക്ലസുകൾ, അതെ, താലിമാലകൾ. അതെ, കാണാൻ കൊതിയായി മുത്തശ്ശി. മാങ്ങാമാലയുണ്ട്, അതാണ് സ്പെഷ്യൽ. കാണിക്ക്. ഉണ്ട്, സാധനമുണ്ട്. കാണുക ഉണ്ണിയെ. മാങ്ങാമാല, തേങ്ങാമാല. എന്താ ഇത്? വൈരം പതിച്ച കമ്മല്. ഇതെന്തായിരുന്നു ഉണ്ണി? രത്നം പതിച്ച നെക്ലസ്. കാണാൻ കേട്ടോ ഉണ്ണി. ഈശ്വര, ഉണ്ണിയെ, ഉണ്ണി പിന്നെ ഇപ്പഴാ മടക്കം? ഇനി മടങ്ങണില്ല. ഇല്ല, ഇവിടെ തന്നെ കൂടിയാലോ എന്ന് ആലോചിക്കുക. അതാണ് എനിക്ക് വേണ്ടത്. പിന്നെ അമ്മ പറഞ്ഞിരുന്നു മുത്തശ്ശി അമ്മ വിളിക്കുന്നുണ്ടെന്ന്. ഫോൺ ബില്ലടിക്കുന്നതാ. ഫോൺ എടു. അമ്മ വിളിക്കുന്നു തോന്നുന്നു കേട്ടോ. ഹലോ, അമ്മേ, മുത്തശ്ശി ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. മുത്തശ്ശി അമ്മയാ. ആണല്ലേ? ശാരദേ, നാടകം കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ വിളിക്കുന്നുണ്ട് നല്ലോണം. മടങ്ങുന്നില്ലേ? മടങ്ങണില്ല. ബോംബെന്ന് വന്നപ്പോ മുത്തശ്ശിക്ക് എന്താ കൊണ്ടുവന്നേ? ഉണ്ണിക്കറിയില്ലേ മുത്തശ്ശി നാളെ വിഷു ആണെന്ന്? അതെ. മുത്തശ്ശിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഞ്ചീപുരം പട്ട് ബോംബെ തെരുവീതികൾ അലഞ്ഞ് ഈ ഉണ്ണി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. മറന്നില്ലല്ലോ ഉണ്ണി? ഇല്ല. എന്റെ മോൻ പറഞ്ഞതായിരിക്കും. കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ജീവനായിരുന്നു. നാളെ എന്തായാലും ഈ കാഞ്ചീപുരം പട്ട് എടുത്തിട്ട് ശേഷം മാത്രമേ ഞാൻ കണി കാണൂ. താ ഉണ്ണി എന്നെ. പട്ടുസാരി എവിടെടാ? പട്ടുസാരിയും കളഞ്ഞു പോയി. പട്ടുസാരി കോസ്റ്റ്യൂം ബോക്സും കളഞ്ഞാ? കളയാനി ഒന്നും ബാക്കിയില്ലല്ലേ? ഇതാരത്? ഇത് നാടകം കാണാൻ വന്നൊരു മാമന്റെയാ. എനിക്കിപ്പോ പോണൊന്ന് പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം. വേണമെങ്കിൽ കൊടുത്തിട്ട് താ. വേണ്ട ഉണ്ണിയെ, പിന്നീട് ഞാൻ ഉടുത്തോളാം. ഉണ്ണിയെ, നിന്റെ അച്ഛൻ ഈ മുത്തശ്ശിയെ കുറിച്ച് വേറെ എന്തൊക്കെയാ പറഞ്ഞിരിക്കണേ? അച്ഛൻ പറഞ്ഞിരുന്നു മുത്തശ്ശി മുഹമ്മദ് റാഫിയുടെ വലിയൊരു ആരാധികയാണെന്ന്. അതെ. ഇവിടുത്തെ ഗ്രാമഫോണിലിട്ട് മുത്തശ്ശിക്ക് കേൾക്കുവാൻ മുഹമ്മദ് റാഫിയുടെ റെക്കോർഡുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മുഹമ്മദ് റാഫിയുടെ ഗാനങ്ങൾ എനിക്ക് എന്നും പ്രിയപ്പെട്ടവയാണ്. എവിടെ മോനെ? അച്ഛൻ തന്നുവിട്ട റെക്കോർഡ്. ഇത് മുഹമ്മദ് റാഫിയുടെ. ഇത് അത് പങ്കജ് ഉദാസിന്റെ ഗസല്. കേട്ടോ, മുഹമ്മദ് റാഫി വന്നിരിക്കുന്നു. വേറെന്തൊക്കെയാ പറഞ്ഞത് നിന്റെ അച്ഛൻ? അച്ഛൻ പറഞ്ഞു മുത്തശ്ശിയുടെ കാർകൂന്തലിനെ കുറിച്ച്. കാച്ചി എണ്ണ തേച്ച് മുത്തശ്ശി വളർത്തിയ കാർകൂന്തൽ. അതെ, ഈ കുടുംബത്തിൽ എനിക്ക് മാത്രമാണ് ഇത്രയും മുടിയുള്ളത്, വേറെ ആർക്കും ഇല്ല. അച്ഛൻ പറഞ്ഞു കാച്ചി എണ്ണയുടെ ഗന്ധമുള്ള മുടി അവനെപ്പോഴും ഓർമ്മിക്കും. നിനക്കറിയോ ഉണ്ണി, ഉണ്ണിയുടെ അച്ഛനും ഇതുപോലുള്ള എണ്ണയാണ് തേച്ചു കൊടുക്കുന്നത്. എന്റെ സ്വന്തം കൈ കൊണ്ടാ ഞാൻ കാച്ചി എണ്ണ ഉണ്ടാക്കുന്നത്. എല്ലാം എന്റെ സ്വന്തം കൈ കൊണ്ടാ ഉണ്ടാക്കുന്നത്. ഈ വിഗ് സ്വന്തം കൈ എടുത്ത് ഉണ്ടാക്കിയാണ്. ഊരി വന്നെയാണ്. തലയിൽ വയ്യടാ. എന്റെ തലയിലല്ല, എന്റെ തലയിൽ വയ്ക്കാൻ ആൾക്കാര്. തുടങ്ങി 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 അടി തുടങ്ങി.
എന്തോ ആ നാടകത്തിന്റെ പേരും പറഞ്ഞ് ഓരോരുത്തര് കോലം കാണിക്കാറായിക്കോളും. നാടകം നല്ലോണം പഠിച്ചിട്ട് കാണിക്കാമോ? അയ്യോ ഹലോ 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 നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഒരാളെ ഇങ്ങനെ ഇട്ട് മാത്രം തല്ലാതിരിക്കും, അയാൾക്ക് ബോറടിക്കും, കമത്തിയിട്ടടിക്കും. മേല നാടകമാണെന്ന് പറയും പരിസരത്തം കണ്ടുപോയേക്കല്ലോ. നാടകം കളിക്കാൻ നടക്കും, ചുമ്മാ നാട്ടുകാരെ പറ്റിക്കാൻ. മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു. അയ്യോ അവണ്ണ വേഷ കിട്ടിയല്ലേ? നീ നാട്ടുകാരിൽ ഒരാളായല്ലടാ. എനിക്ക് അടിയുള്ള വയ്യണ്ണ, ഒന്നും പറയില്ല അണ്ണ. എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് നിന്റെ അടുത്ത്. അത് ഈ നാടകത്തിന്റെ പേര്. ഈശ്വര, ഇത് എന്ത് വിധി! കഷ്ടം. ആരെങ്കിലും ഒരു 50 രൂപ ഉണ്ടെങ്കിൽ കടം തരണം. എന്തിന്? ശരി, വിഷം വാങ്ങിച്ച് എന്നെ ഒന്ന് കൊന്നതാ. ആ ഇത് ആലോചിച്ചപ്പോഴാ എനിക്ക് ബാബുവിന് വിഷു കഴിഞ്ഞിട്ട് തരണമെന്നുണ്ടായിരുന്നു. ഇതാ 50 രൂപ. അഭിമാനം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് വിഷം മേടിച്ച് കുടിച്ചൊക്കെ ചാവും.